ഈശോ മിശിഹായെ സ്തുതിയായിരിക്കട്ടെ. ഈശോ മിശിഹായിലെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കാത്തലിക് മിററിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ വന്നിരിക്കുന്നു. മാത്യുസിനും ഞാനും ചേർന്ന് ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. അതേപോലെ ഞാൻ തന്നെ ആരംഭിക്കാം അല്ലേ ചേട്ടാ? നമ്മൾ ഇന്ന് പുതുഞായർ സിറമലബാർ സഭയിലെ പുതുഞായർ ആഘോഷിച്ചു, ആഗോള സഭയിലെ കരുണയുടെ ഞായറും ആഘോഷിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇന്നത്തെ ദിവസത്തിൻ്റെ സന്ദേശമായിട്ട് ഈശോ എന്താണ് നമ്മളോട് പറയുന്നത്? ചേട്ടൻ എന്താണ് തോന്നുന്നത്? ഇത് തമ്മിൽ ഒന്നിച്ച് ചേർക്കണം അല്ലേ? ഇത് തമ്മിലൊന്ന് ചേർക്കണം. ഇതൊരു ചുരുക്ക ഇടങ്ങളിലെങ്കിലും ഇതിനകത്തൊരു വൈരുദ്ധ്യമുണ്ടെന്ന് തോന്നുന്നുണ്ട്. പ്രത്യേകിച്ച് സിറമലബാർ സഭ പുതുഞായർ ആഘോഷിക്കുന്നു. അതേസമയത്ത് ആഗോള സഭയിൽ ദൈവകരുണയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ഇതിനെ തമ്മിൽ രണ്ടും സഭയുടെ വിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കുന്നത് കൊണ്ട് ഇതിനെ സമന്വയിപ്പിച്ച് കൊണ്ടുപോകുന്നതിലാണ് ദൈവസ്നേഹവും സഭാസ്നേഹവും അടങ്ങിയിരിക്കുന്നുള്ളതാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ഇതിലേതെങ്കിലും ഒന്നിനെ തന്നെ വേർതിരിച്ചാനുള്ള ശ്രമം ദൈവസ്നേഹത്തിൽ നിന്നും സഭാസ്നേഹത്തിൽ നിന്നുമുള്ളൊരു അകൽച്ച തന്നെയായിരിക്കും. അതാണ് എനിക്ക് ആദ്യമായിട്ട് ഈ വിഷയത്തിൽ പറയാൻ വേണ്ടി തോന്നിയത്. നമ്മൾ സിറമലബാർ സഭയെ സംബന്ധിച്ച് തോമാസ് ലീഹ ഈശോയുടെ ആ ദൈവത്വം അങ്ങ് ഏറ്റുപറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന മനോഹരമായ ദിവസം. അവിടെ ഏറ്റുപറയുന്ന വിഷയത്തിനാണ് പ്രാധാന്യം അല്ലേ? അതെ, ഏറ്റുപറയുന്ന വിഷയത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം കൽപ്പിക്കേണ്ടത്. യേശു ക്രിസ്തു ദൈവവും കർത്താവുമാണെന്നുള്ള വിഷയത്തിനാണ് ഏറ്റവും വലിയ പ്രാധാന്യം. അതുകൊണ്ട് ഈ ദിവസം ഏറ്റവും ഹൈലൈറ്റ് നിൽക്കേണ്ട ഒരു മേഖല ഈശോ ദൈവവും കർത്താവുമാണെന്നുള്ള സൗണ്ട് അത് നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങി നിൽക്കണം. അതിന് താഴെ ബാക്കിയുള്ള അത് ദൈവകരുണയാകട്ടെ പുതുഞായറാകട്ടെ ഏത് വിഷയവും അതിൻ്റെ താഴെ നിൽക്കാവുള്ളൂ എന്നുള്ളതാണ് എനിക്ക് രണ്ടാമതായിട്ട് എനിക്ക് പറയാൻ വേണ്ടി തോന്നുന്നത്. പിന്നെ ഇപ്പോൾ ഈ തോമാസ് ലീഹയുടെ ഈ സംബോധന എടുത്തു കഴിഞ്ഞാൽ തോമാസ് ലീഹ ഒരു ചെറിയ സംശയം പ്രകടിപ്പിച്ചതിലൊക്കെ നമ്മളിങ്ങനെ വ്യാഖ്യാനിച്ചെടുക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ ഈശോ വന്ന് തോമാസ് ലീഹയ്ക്ക് ഈശോയുടെ മുറിവുകളിൽ ഒക്കെ തൊടണം. എന്നിട്ട് ഈശോ വന്ന് ഈശോയുടെ വിലാവിലെ മുറിവ് തൊടാൻ വേണ്ടിയിട്ട് ക്ഷണിക്കുകയാണ്. ഇപ്പോൾ ദൈവകരുണയുടെ ഛായാചിത്രങ്ങളിലൊക്കെ ആ തിരുവിലാവിൽ നിന്നുള്ള ഒരു പ്രകാശധോരണിയാണ് ഞാൻ കാണപ്പെടുന്നത്. അപ്പോൾ നമ്മൾ പറയുന്ന ആ ദൈവകരുണ വെളിപ്പെടുന്ന ആ തിരുഹൃദയത്തിൽ തൊടാൻ ആദ്യമായിട്ട് തോമാസ് ലീഹ ക്ഷണിക്കപ്പെട്ട ദിവസം. അപ്പോൾ ഇത് തമ്മിൽ വളരെ ദൈവകരുണയും തോമാസ് ലീഹായുടെ ആ സംഭവം തമ്മിൽ ശരിക്കും ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. അല്ലെങ്കിൽ സഭയുടെ വിശ്വാസത്തിൽ ഇതൊന്നും ഒരു വൈരുദ്ധ്യം ഉണ്ടാകത്തില്ല. ഒരു ആഘോഷവും ഒന്നൊരു വൈരുദ്ധ്യം ഉണ്ടാകത്തില്ല. അപ്പോൾ വൈരുദ്ധ്യം ഉണ്ടാകാൻ ശ്രമിക്കുന്നത് തന്നെ അതൊരു സാത്താൻ്റെ കെണി അവിടെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ശരിക്കും ബന്ധിപ്പിക്കാവുന്നുള്ളത് എനിക്ക് തോന്നുന്നു. തോമാസ് ലീഹ യേശുവയുടെ ഹൃദയം കണ്ടു, അത് കാരുണ്യ ഹൃദയമായിരുന്നു. അതുതന്നെയാണ് നമ്മൾ ദൈവകരുണ തിരുനാളായിട്ട് ആഘോഷിക്കുന്നത്. തോമാസ് ലീഹ കണ്ടു എന്നതും ദൈവകരുണയുടെ അവിടുന്ന് പുറപ്പെടുന്നു എന്നതും പ്രധാനപ്പെട്ടതാണെങ്കിലും അതിനേക്കാൾ പ്രധാനപ്പെട്ടതായിട്ട് ഒരു സൗണ്ടായിട്ട് വരേണ്ടത് യേശു ക്രിസ്തു ആണ് ദൈവം, അവിടുന്നാണ് കർത്താവ്. അത് ഈ ദിവസങ്ങളിൽ ഏറ്റവും വലിയ സൗണ്ടായിട്ട് മാറണമെന്നൊരു ചിന്തയാണ് എനിക്ക് പെട്ടെന്ന് പറയാൻ വേണ്ടിയുള്ളത്. ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് ദൈവകരുണയെക്കുറിച്ചൊരു കൊച്ചു ചിന്തയാണ്. കരുണയെന്ന് പറയുമ്പോൾ നമ്മുടെ ബുദ്ധിക്കും ഒക്കെ അതീതമാണ് ഈശോയുടെ കരുണ. നമ്മൾ ഓരോ പാപം ചെയ്യുമ്പോഴും ഈശോ വിശുദ്ധ ഫൗസ്റ്റീനയോട് പറഞ്ഞ നിന്നോട് ഞാൻ എപ്പോഴും നീ ഓരോ പാപം ചെയ്യുമ്പോഴും ഞാൻ നിന്നോട് കരുണ കാണിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈശോയുടെ കരുണയെക്കുറിച്ചുള്ള ബോധം നമുക്ക് സത്യത്തിൽ ആഴം ഇല്ല എന്നുള്ളതാണ് സത്യം. പിന്നെ എന്നെ അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാര്യം, കരുണയെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ഒരു വ്യക്തിയോട് ഈശോ ചെയ്ത ഒരു കാരുണ്യ പ്രവൃത്തി, ഒരു കരുണ, അതൊരു സമൂഹത്തെ മുഴുവൻ മാനസാന്തരപ്പെടുത്തി. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ ആ സമരിയാക്കാരിയുടെ ആ സംഭവമാണ്. അവളോട് ഈശോ ഒരു കാരുണ്യം കാണിച്ചു, അവളെ സ്വീകരിച്ചു. അവളോട് കാണിച്ച ആ കാരുണ്യം അവൾ പോയി പറഞ്ഞപ്പോഴത്തേനും ഒരു നാട് മുഴുവൻ മാനസാന്തരത്തിലേക്ക് വന്നു. അപ്പം അങ്ങനെ ചിന്തിക്കുമ്പോൾ നാം ചെയ്യുന്ന ഓരോ കൊച്ചു കരുണപ്രവൃത്തി ആയിക്കോട്ടെ, അതിന് ഒരുപാട് പേരെ ആത്മീയമായിട്ട് ഉണർത്താനുള്ള ശേഷി ഉണ്ട് എന്നുള്ള ബോധ്യത്തിൽ ഒരു കരുണയുടെ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കുമ്പോഴും ഒരു കൊച്ചു കരുണയുടെ പ്രവൃത്തി ചെയ്യുമ്പോഴും, കാരണം ഈശോ ചെയ്ത ഒരു കരുണപ്രവൃത്തിയാണല്ലോ. അപ്പം കരുണയുടെ ഓരോ പ്രവൃത്തിയും ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ അതെല്ലാം സ്വർഗത്തിൽ വലിയ പ്രതിഫലവും ഈ ഭൂമിയിൽ വിശ്വാസത്തിന്റെ വലിയ വർധനവിനും കാരണമാകും എന്നൊരു ബോധ്യത്തോടെ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യാൻ നമുക്ക് സാധിച്ചാൽ അതൊരു വലിയൊരു നന്മയല്ലേ? അതെ അതെ. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ അത് ഞാൻ ശ്രദ്ധിക്കുകയാണ്. ഞാനങ്ങനെ ആദ്യമായിട്ട് ആ ഒരു ധ്യാനം അത് കേൾക്കുന്നതേ
ഒരു കാരുണ്യ പ്രവൃത്തിയുടെ ഒരു വ്യാപ്തിയെ അത് അവിടെ നിൽക്കുന്നില്ല. ഇപ്പം എനിക്ക് ഓർമ്മ വന്നതേ, ഇപ്പോൾ ഈശോ ആ സമരക്കാര സ്ത്രീയോട് കാണിച്ച കാരുണ്യപ്രവൃത്തിയുടെ കോൺസിക്വൻസ് അല്ലെങ്കിൽ എൻ്റെ സൽഫലങ്ങൾ ഇപ്പോഴും തുടരുമല്ലേ? ആ വചനഭാവം വായിക്കുന്ന നമ്മൾ മനസ്സിലാപ്പെടുമല്ലേ? അതെ 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 അതെ. അപ്പോൾ അത് കാലഘട്ടങ്ങളെല്ലാം ഭേദിച്ചുകൊണ്ട് പശം പറഞ്ഞപ്പോൾ ഓർത്ത് എന്തുമാത്രം വ്യാപ്തി ആ ദൈവകരുണയ്ക്കുണ്ടെന്നുള്ളത്. പിന്നെ ഈ ദൈവകരുണ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമായിരിക്കും എനിക്ക് ഒന്നിൻ്റെ കാര്യം പറയാൻ വേണ്ടി തോന്നുന്നത്. ഈ ഇടയ്ക്ക് നമ്മൾ ദൈവകരുണയെക്കുറിച്ചുള്ളൊരു ധ്യാനം നടത്തുമ്പോൾ ഞാനിങ്ങനെ സൂചിപ്പിച്ചു, ദൈവകരുണ വെളിപ്പെട്ടത് വിശുദ്ധ ഫൗസ്റ്റീനയ്ക്കല്ലെന്ന് പറഞ്ഞു. അപ്പം ആളുകൾക്കെല്ലാം അസ്വസ്ഥതയായി. കാരണം ഒരു ദൈവകരുണയുടെ തിരുനാളിന് വേണ്ടി ഒരുങ്ങുന്നു, ഫൗസ്റ്റീനയുടെ ഡയറി വായിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അത് അത്ഭുതപ്പെടാനൊന്നുമില്ല. ഈശോ മിശിഹായുടെ ജീവിതത്തിലും അവിടുത്തെ പ്രബോധനങ്ങളിലുമാണ് ദൈവകരുണ വെളിപ്പെട്ടത്, അതിൻ്റെ പൂർണ്ണതയിൽ. ആ വെളിപ്പെട്ട സുവിശേഷങ്ങളിൽ വെളിപ്പെട്ട് കിടക്കുന്ന ദൈവകരുണ ഒരു പ്രത്യേക കാലഘട്ടത്തിൽ ദൈവം പ്രത്യേകമായിട്ട് കരുണ ചെയ്ത ഫൗസ്റ്റീനാമ്മയ്ക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ വെളിപ്പെടുത്തി. അതുകൊണ്ട് ഫൗസ്റ്റീനാമ്മയ്ക്ക് വെളിപ്പെട്ടതല്ല അതിലെല്ലാം അതിൻ്റെ പൂർണ്ണത അടങ്ങിയിരിക്കുന്നത്. അത് ഈശോയുടെ ജീവിതത്തിലും സുവിശേഷങ്ങളിലുമാണ്. അപ്പം പല്ലിങ്ങനെ ശരിയാണ് ശരിയാണ് ആളുകളെല്ലാം പലരും വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് ഫൗസ്റ്റീന പുണ്യവതിക്കാണ് ദൈവകരുണ വെളിപ്പെട്ട എന്ന രീതിയിലാണ്. അപ്പോൾ അതിങ്ങനെ പറയാനുള്ള കാരണം, നമ്മൾ ഈശോയിലും സുവിശേഷത്തിലും ആത്മീയതയുടെ മുഴുവൻ സത്തും സാരവും കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ പരിമിതപ്പെട്ടു പോകും. ഒരു വിശുദ്ധനോ ഒരു വിശുദ്ധിക്കോ ഒന്നും ഈശോയുടെ ജീവിതത്തിൽ മുഴുവൻ കാര്യങ്ങൾ ആവിഷ്കരിക്കാൻ പറ്റത്തില്ല. അത് നമ്മൾ ഈശോയിലേക്ക് തന്നെ പോകണം. വിശുദ്ധ ഫൗസ്റ്റീനയ്ക്ക് വെളിപ്പെട്ടതിനേക്കാൾ വലിയ ദൈവകരുണ വേണമെങ്കിൽ ഭാവിയിൽ മറ്റു വിശുദ്ധർ വേണമെങ്കിൽ ഇനിയും വെളിപ്പെടാം, അല്ലേ? വെളിപ്പെടാം. മറ്റൊരു കാര്യമുള്ളത്, ദൈവകരുണയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ആൾക്കാരുടെ ഉള്ളിലുള്ളത് ദൈവകരുണയുടെ ഛായാചിത്രം വണങ്ങുക, കർണക്കൊന്ത ചെല്ലുക, ദൈവകരുണയുടെ നൊവേന ചെല്ലുക, പിന്നെ 3 മണിക്കൂർ ആചരിക്കുക. ഇതൊക്കെ തീർച്ചയായിട്ടും ദൈവകരുണ നമുക്ക് സ്വീകരിക്കാനുള്ള ചില വഴികളൊക്കെ ആണെങ്കിലും ദൈവകരുണയുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ദൈവത്തിൻ്റെ അഗാധമായ സുവിശേഷങ്ങളിലെ കരുണയെക്കുറിച്ച് ധ്യാനിച്ച് ആ കരുണയിൽ നമ്മൾ ആശ്രയിക്കുന്നതും, നമ്മളെ തന്നെ ആശ്രയിക്കാതെ ദൈവകരുണയിൽ ആശ്രയിക്കുന്നതും ആ ദൈവകരുണയാണ്. കാരണം വചനം പറയുന്നുണ്ട് മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമോ അല്ല, കരുണയാണ് പ്രധാനം. ഈശോ പറയുന്നുണ്ട് കരുണയുള്ളവർ ഭാഗ്യവാന്മാർ, അവർക്ക് കരുണ ലഭിക്കും. അപ്പോൾ ദൈവത്തിൻ്റെ ആ വലിയ കരുണയിൽ നമ്മൾ ആശ്രയിച്ച് ആ കരുണയാണ് നമ്മളെ രക്ഷയ്ക്ക് ആധാരം എന്ന് വിശ്വസിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുന്നതും, തത്തുല്യമായി നമ്മൾ മറ്റുള്ളവരോട് കാണിക്കേണ്ട കരുണയെക്കുറിച്ച് ബോധവാന്മാരാകുന്നതുമാണ് ദൈവകരുണയുടെ ആ ഒരു ഫ്രെയിമിൽ ഏറ്റവും മുഖ്യമായിട്ടുണ്ടാകേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. മറ്റീ പറഞ്ഞ ഭക്തികളെല്ലാം പ്രധാനപ്പെട്ടതാണെങ്കിൽ തന്നെയും ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ, ഒന്ന് നമ്മൾ ദൈവകരുണയിൽ ആശ്രയിക്കാതിരിക്കുന്നതും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി ദൈവകരുണയിൽ ആശ്രയിക്കാതിരിക്കുന്നതും, നമുക്ക് ലഭിച്ച കരുണ നമ്മൾ മറ്റുള്ളവരോടുമായിട്ട് പങ്കുവയ്ക്കാതിരിക്കുന്നത്. ഇപ്പം നിർദ്ദയനാശ്രത്തിൻ്റെ ഉപമയിൽ അവിടെ അയാൾക്ക് കരുണ ലഭിച്ചു, പക്ഷേ അയാൾ സഹോദരങ്ങളോട് കരുണ കാണിച്ചില്ല. ഇപ്പോൾ ഈ ദൈവകരുണയെ ബന്ധപ്പെട്ട് പലപ്പോഴും എനിക്കുള്ളൊരു ചെറിയ വിഷമം, ദൈവകരുണയെക്കുറിച്ച് പലപ്പോഴും ഒത്തിരിയേറെ ഇങ്ങനെ വാചാലമാവുകയും മനുഷ്യരോട് കരുണ കാണിക്കുന്നതിൽ പലപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്യുന്നില്ല. അപ്പോൾ നമ്മൾ പറയുകയാണ്, ഒരാൾ പ്രസംഗിക്കുകയാണ് ദൈവം കരുണയായിരിക്കുന്നത് കൊണ്ട്, അങ്ങനെ അത് ഉള്ള കാര്യം കേട്ടോ, ചില പറയുന്നതാണ് ദൈവം കരുണയായിരിക്കുന്നതുകൊണ്ട് ദൈവം ആരെയും നരകത്തിൽ വിടാൻ സമ്മതിക്കുകയില്ല, എല്ലാവരും സ്വർഗത്തിൽ കൊണ്ടുപോകും. അപ്പോൾ ഇത് കേട്ട അച്ഛൻ അയാളെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ പറഞ്ഞത് തെറ്റാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ അയാൾ അച്ഛനോട് ദേഷ്യപ്പെടുകയും അച്ഛനെ വ്യക്തിഗത നടത്താൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ ദൈവകരുണയെക്കുറിച്ച് വാചാലമായിട്ട് പറഞ്ഞ ഇദ്ദേഹം ദൈവകരുണയെക്കുറിച്ച് എന്താ വിശ്വസിച്ചത്? ഈ അച്ഛൻ പറഞ്ഞത് അദ്ദേഹം ചെയ്തത് ശരിയും അച്ഛൻ പറഞ്ഞത് തെറ്റാണെങ്കിൽ തന്നെയും അച്ഛനോട് കരുണ കാണിക്കണ്ടായിരുന്നോ? ഉടനെ ഈ ദൈവകരുണയുടെ അത്രമാത്രം ആവേശവും പറഞ്ഞ ആൾ ഉടനെ അച്ഛനെ വ്യക്തിഗത നടത്താൻ ശ്രമിക്കുകയും അച്ഛനെ ഇല്ലാതാക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ ഒരു ഉദാഹരണം, നടന്ന സംഭവമാണ്, ഉദാഹരണം ഞാൻ പറയുക ചെയ്തത്. അപ്പോൾ ദൈവകരുണയെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ പോലും നമ്മുടെ ജീവിതത്തിൽ ആ കരുണ ജീവിക്കണമെന്നുള്ള ഒരു സന്ദേശം പലപ്പോഴും സ്വീകരിക്കപ്പെടുന്നില്ല. അത് ദൈവകരുണയുള്ള അവഹേളനമായിട്ട് മാറുമെന്നും കൂടി പറയാനായിട്ട് ഈ ദിവസം തോന്നുകയാണ്. അതാണ് ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട്. നമ്മൾ കരുണയെക്കുറിച്ച് ചിന്തിച്ചു. ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഈ കുടുംബജീവിതത്തിൽ എങ്ങനെയാണ് ഈ ദൈവകരുണ വെളിപ്പെടുത്തേണ്ടത്, സഭയിൽ എങ്ങനെയാണെന്നൊക്കെ നമ്മൾ വീണ്ടും മറ്റ് എപ്പിസോഡുകളിൽ നമുക്ക് കാണാം. നമുക്കിപ്പോൾ ഈശോയുടെ കരുണാർദ്രമായ ആ സ്നേഹത്തിൻ്റെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും സഹോദരങ്ങളെ നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.